ജനതാ ഗാരേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു ടൊയോട്ട ഹൈലക്സ് ആണ്. ഇത് തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു വണ്ടിയാണ്. നമ്മൾ ഇതിനു മുന്നേ 4 വണ്ടി അതർ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ എല്ലാം കണ്ടു വന്ന വണ്ടിയാണ്. ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് ടൈം ഒരു ടുണ്ട്ര കിറ്റാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ GR കിറ്റ്, റോക്കോ കിറ്റ്, ഈ കിറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഒരു ടുണ്ട്ര കിറ്റ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് അത്യാവശ്യം വ്യത്യസ്തമായിട്ട് വരുന്നൊരു കിറ്റാണ്. ടുണ്ട്ര കിറ്റിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറയുന്നത് റോക്കോ കിറ്റ് പോലെ തന്നെ ഇതിൻ്റെ അലോയ്സും ടയറും ഒന്നും മാറേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്റ്റോക്ക് സെറ്റപ്പിൽ തന്നെ ഓടാം. പക്ഷേ GR കിറ്റ് ആകുമ്പോൾ നമ്മൾ അലോയ്സും ടയറും കൂടിയൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ വണ്ടീൻ്റെ ആ ലുക്ക് കിട്ടത്തുള്ളൂ. പിന്നീട് കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ഈ വണ്ടിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടുണ്ട്ര കിറ്റിനോടൊപ്പം അയൺമാൻ 4x4 ഒരു ക്യൂബ് ലൈറ്റൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ബാക്കിലോട്ടൊരു ഹാമറിൻ്റെ റോൾ ബാർ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ബെസ്റ്റ് ബാസ്ക്കറ്റ് ഉൾപ്പെടെ വരുന്നതാണത്. അതോടൊപ്പം തന്നെ ടെയിൽ ഗേറ്റ് ലോക്ക്, ഓട്ടോ മിറർ ഫോൾഡ്, ഇങ്ങനെ ഒരുപാട് പരിപാടികൾ ഇതിനകത്ത് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നേരെ ഇതിൻ്റെ വീഡിയോസിലേക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ബമ്പർ പ്രൈമർ കോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് പെയിൻറ്റിങ്ങിന് റെഡി ആയിരിപ്പുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഇതിൻ്റെ കൂടെ വരുന്ന പാർട്സ്, ഇതിൻ്റെ ഗ്രില്ലും ബ്രാക്കറ്റ്സും എല്ലാം വരുന്നുണ്ട്. അതെല്ലാം ഓൾറെഡി ഗ്ലോസി ബ്ലാക്കിലാണ് വരുന്നത്. അപ്പോൾ ഇതൊന്നും നമുക്ക് പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വീൽ ആർച്ചസ് നമുക്ക് പെയിൻറ്റ് ചെയ്യേണ്ടി വരും. പിന്നീട് ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഹാമറിൻ്റെ റോൾ ബാറാണ്. ഒരു ബാസ്ക്കറ്റ് ഉൾപ്പെടെ വരുന്നൊരു ടൈപ്പാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ചുകൂടി ഒരു റെയർ ആയിട്ടുള്ളൊരു മോഡലാണ്. ഇതിൻ്റെ ബെസ്റ്റ് ടൂലിൻ്റെ മോഡൽസ് അവൈലബിൾ ആണ്. പക്ഷേ ഇതിനായിട്ട് നമ്മൾ ഹാമറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഷട്ടർ, ഇതിനകത്തൊരു മാനുവൽ ഷട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാനുവൽ ഷട്ടറിന് 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. ഫ്യൂച്ചർ എന്ന് പറയുന്ന ബ്രാൻഡിനെയാണ്. ഏകദേശം 40,000 രൂപ തൊട്ട് നമുക്ക് ഇപ്പോൾ മാനുവൽ ഷട്ടേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്. ഫുള്ളി ഇമ്പോർട്ടഡ് പ്രൊഡക്റ്റാണ്. അതിനോടൊപ്പം തന്നെ 1 ഇയർ വാറണ്ടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ ഏകദേശം ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ എടുക്കുന്ന ഒരു വർക്കാണ്. അപ്പോൾ ഈ ബെഡ് ലൈനർ എല്ലാം റിമൂവ് ആക്കിയിട്ടായിരിക്കും നമ്മളിത് ഫിറ്റ് ചെയ്യുന്നത്. ബെഡ് ലൈനറിനകത്ത് നമുക്കിതിൻ്റെ വാട്ടർ ചാനലിനായിട്ടൊരു 4 ഹോളും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പക്ക വാട്ടർ എല്ലാം പൊക്കോളും. വെള്ളമൊന്നും തങ്ങി നിൽക്കുന്ന പരിപാടിയില്ല. അതിനോടൊപ്പം തന്നെ ഇതിനകത്ത് അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം ഒരു ബ്ലോ പങ്കിൻ്റെ സ്റ്റീരിയോ ആണ്. വിത്ത് 360 സപ്പോർട്ടാണ് ഇത് വരുന്നത്. 360 നമുക്ക് ഇൻബിൽട്ടായിട്ട് ഇതിനകത്ത് തന്നെ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് സ്റ്റീരിയോയും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 360 ഇൻസ്റ്റാളേഷൻ ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സെറ്റാണ്. നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും മ്യൂസിക് അപ്ഡേറ്റ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ 360 ഇൻസ്റ്റാളേഷൻ നമുക്ക് പക്ക ഒറിജിനലായിട്ട് തന്നെ തീർക്കാൻ പറ്റും. മിററിൻ്റെ അടിയിലായിരിക്കും ഇതിൻ്റെ 360 ക്യാമറയായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു ഫിനിഷ് ഇങ്ങനെയാണ് വരുന്നത്. ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലിബ്രേഷൻ പ്രോസസ്സാണ്. 360ക്ക് വേണ്ടി പക്കയായിട്ട് കാലിബ്രേഷൻ ചെയ്ത് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടുണ്ട്ര കിറ്റ് ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഏകദേശം ലുക്ക് വരുന്നത്. നമുക്കിനി ടോപ്പിലെ പോർഷൻ വെക്കാനുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു അയൺമാൻ്റെ ലൈറ്റ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അയൺമാൻ്റെ അത്യാവശ്യം നല്ല പവറുള്ള ലൈറ്റാണ്. നമുക്ക് ഇവിടെ ലീഗൽ അല്ലെങ്കിൽ നമുക്ക് കവർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഹെഡ് ലാമ്പിൻ്റെ ഏകദേശം ഡബിൾ വെളിച്ചം ഇതിന് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനകത്തൊരു റെവോ കിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ബ്ലാക്ക് കിറ്റ് എന്നാണ് പറയുന്നത്. ഇതേപോലെ ചെറിയ പീസെല്ലാം നമുക്കിതിനകത്ത് കവറായി കിട്ടും. 360യിൽ വരുന്ന ക്യാമറേൻ്റെ ലൈൻസ് ഇതുപോലെയാണ്. അപ്പോൾ ഈ വീൽ ആർച്ചസ് നമ്മൾ ഗ്ലോസി ബ്ലാക്കിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹാമറിൻ്റെ റോൾ ബാർ വരുന്നത്. മാനുവൽ ഷട്ടറിൻ്റെ ഇൻസ്റ്റാളേഷനും കഴിഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിനകത്തൊരു ടെയിൽ ഗേറ്റ് ലോക്കും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കാലിബ്രേഷനായിട്ട് വന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത അയൺമാൻ ക്യൂബ് ലൈറ്റിൻ്റെ ഫംഗ്ഷൻ ഇതാണ്. ഇതൊന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. തമിഴ്നാട്ടിൽ അവർക്ക് അത്യാവശ്യം നല്ല ലൈറ്റിങ്ങിൻ്റെ ആവശ്യമുള്ളത് കൊണ്ടാണ് ഈ ഒരു കൂടിയ മോഡൽ തന്നെ വെച്ചത്. ഇതിന് ഏകദേശം 20,000 രൂപ കോസ്റ്റ് ആവുന്നുണ്ട്. പക്ഷേ ഒരു 15,000 രൂപേൻ്റെ അതർ ബ്രാൻഡ് ഓപ്ഷൻസും ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റാണ് കിട്ടും. നമ്മളിപ്പോൾ പകൽ വെളിച്ചത്തിൽ കൂടെ പോയാൽ പോലും ഇതിൻ്റെ ബ്രൈറ്റ്നസ് നന്നായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് ടുണ്ട്ര കിറ്റിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. വണ്ടിയെല്ലാം പെയിൻറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് പക്കയായിട്ട് തീർത്തിട്ടുണ്ട്. ഏകദേശം 3 ദിവസം കൊണ്ടാണ് നമ്മൾ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 360 ആണ് ഒരു ഇൻറ്റീരിയറിൽ ആക്സറായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഫൈനൽ ഔട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ വാഹനത്തിന് ഇതേപോലെ അപ്ഡേറ്റ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളോട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.